ഹലോ ഗായ്സ്, അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും ഒന്ന് ബ്യൂട്ടീഷ്യൻ ചെയ്യാൻ വേണ്ടി പോകാം കേട്ടോ. അവൾക്ക് മുടി വെട്ടണമായിരുന്നു, പിന്നെ ഞാനും ഒന്ന് ഹെയർ കട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതിന് വേണ്ടി ഇറങ്ങിയതാട്ടോ. അപ്പോൾ ഫസ്റ്റ് അവൾക്കറിയാവുന്നൊരു ബ്യൂട്ടി പാർലർ ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങോട്ട് പോകാമെന്ന് വിചാരിച്ചു. അവിടെ പോയിട്ട് സ്ഥിതിയൊക്കെ നോക്കിയിട്ട് ഞാനും വെട്ടാമെന്ന് വിചാരിച്ചു. അപ്പോൾ അവൾ അവിടുന്ന് ലെന്ത് കുറയ്ക്കാതെ ഒരു ലെയർ കട്ടാണ് ചെയ്തത് കേട്ടോ. അവസാനത്തെ ഇങ്ങനെ ആയി കിട്ടി കേട്ടോ. ലെന്ത് അധികം കുറഞ്ഞിട്ടില്ല, എനിക്ക് ഇഷ്ടപ്പെട്ടു. പക്ഷെ ഞാൻ അവിടെ നിന്ന് ചെയ്യുന്നത് വേറൊരു കടയിൽ പോയി ചെയ്യാമെന്ന് വിചാരിച്ചു. ഞങ്ങൾ അവിടെ നേരെ ഇറങ്ങിയിട്ട് ഒരു ജ്യൂസ് കുടിച്ചു. അതിനുശേഷം ചങ്ങനാശ്ശേരിക്ക് ബസ് കയറി കേട്ടോ. അവിടെ ചങ്ങനാശ്ശേരി പെരുന്നയിൽ കലൂണ എന്ന് പറയുന്നൊരു ബ്യൂട്ടി പാർലറിൽ പോയി ചെയ്യാമെന്ന് വിചാരിച്ചു. ഫസ്റ്റ് ഒരു ഹെയർ വാഷ് ചെയ്തു. അവിടെ ചെന്നിട്ട് ഞാൻ കുറേ ഇങ്ങനെ ആലോചിച്ചു, മുടി വെട്ടണോ വേണ്ടയോ എന്ന് കുറേ നേരം ഇങ്ങനെ ആലോചിച്ചു. പിന്നെ അവൾ എനിക്ക് കുറേ കോൺഫിഡൻസ് തന്ന് ഞാൻ വെട്ടാമെന്ന് തീരുമാനിച്ചു. ലെന്ത് കുറയ്ക്കാതെ വെട്ടാമെന്നുള്ള പ്ലാനിലായിരുന്നു. പക്ഷേ ഈ ബയ്യ എന്നോട് പറഞ്ഞു, മോളുടെ മുടിയുടെ അറ്റമെല്ലാം മൊത്തം ഡാമേജാണ്, സോ നല്ലോണം നീളം കയറ്റി വെട്ടണമെന്ന് പറഞ്ഞു. അവസാനം വെട്ടിക്കോട്ടെ എന്നുള്ള മൈൻഡിൽ കണ്ണു അടച്ചങ്ങ് ഞായിരുന്നു കേട്ടോ. മുടിക്ക് നല്ല നീളമുണ്ട്, പക്ഷെ ഉള്ളൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ അയാൾ പറഞ്ഞു മുടിയുടെ താഴത്തോട്ട് നല്ല ഡാമേജാണ്, സോ നല്ലതായിട്ട് കയറ്റി വെട്ടണമായിരിക്കും നല്ലതെന്ന് പറഞ്ഞ് അങ്ങനെ ഞാനും ഒരു ലെയർ കട്ട് വെട്ടി. എൻ്റെ മുടിയുടെ നീളം എല്ലാം പോയി ഗൈസ്. എനിക്ക് ഭയങ്കര വിഷമമായി. കുറേ നാൾക്ക് ശേഷം വെട്ടുന്നതുകൊണ്ടായിരിക്കും ഭയങ്കര സങ്കടമായിരുന്നു. മുഖത്തോട്ട് തെളിച്ചൊന്നും വന്നില്ല. ഞാനിങ്ങനെ കിളിപ്പോയ പോലെ ഇരിക്കുകയായിരുന്നു. മുടി വെട്ടിയിട്ട് എനിക്കങ്ങോട്ട് സംതൃപ്തി ആയിട്ടുണ്ടായിരുന്നില്ല. അവസാനം ഈ പരുവത്തിലൊക്കെ ആക്കി തന്നു. ഇതൊക്കെ പോകും കുളിച്ച് കഴിഞ്ഞാൽ, എന്നാലും വെട്ടി കഴിയുമ്പോൾ അവർ സെറ്റാക്കി തരുമല്ലോ. സെറ്റാക്കി കുഴപ്പമില്ല കേട്ടോ. സെറ്റാക്കി കഴിഞ്ഞപ്പോൾ നല്ല രസമൊക്കെ ഉണ്ട്. പക്ഷെ എന്നാലും എനിക്ക് താഴത്തോട്ട് നോക്കുമ്പോൾ ഇങ്ങനെ പിടിക്കാൻ കിട്ടുന്നില്ല മുടി. അതുപോലെ നീളം കുറഞ്ഞു പോയി. എനിക്കറിയാം ഇത് കുളിച്ച് കഴിയുമ്പോൾ എൻ്റെ മുടി നല്ലോണം മുകളിലോട്ട് കയറും. എന്നാലും എന്ത് ചെയ്യാനാ, വെട്ടി വൃത്തിയാക്കണമല്ലോ. വഴിനീളം ഞാൻ മുടി വെട്ടിയതിന് സങ്കടവും പറഞ്ഞുകൊണ്ടാണ് പൊയ്ക്കൊണ്ടിരുന്നത്. അവൾക്കൊരു സമാധാനം കൊടുത്തിട്ടില്ല. പിന്നെ അവളെനിക്ക് കുറച്ച് മോട്ടിവേഷനൊക്കെ തന്നു, മുടി പിന്നെയും കിളുക്കും, കുഴപ്പമില്ല, സെറ്റാവും എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ മുടിയൊക്കെ വെട്ടി ശേഷം നേരെ വീട്ടിലോട്ട് പോവാണ്. ഇരുട്ടി തുടങ്ങിയായിരുന്നു. അപ്പോൾ ഇത്രയുള്ളൂ. ടാറ്റ ബൈ ബൈ.